ഇന്ന് നമുക്ക് ഉണക്ക ചെമ്മീൻ പൊടിയും മുട്ടയും കൊണ്ട് ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ടൊമാറ്റോ, കാബേജ്, സവാള, മല്ലിയില, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവയാണ് വേണ്ടത്. ആദ്യം സവാള നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിയാം. ആദ്യം ഇതിനെ രണ്ടായി പിളർന്ന ശേഷം നീളത്തിൽ സ്ലൈസുകളായി അരിഞ്ഞ ശേഷം തിരിച്ചു വെച്ചിട്ട് കുറുകയും അരിയാം. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും. നമ്മൾ സവാള അരിയുമ്പം കനം കുറച്ച് അരിഞ്ഞാൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. എണ്ണയിൽ വഴറ്റുമ്പോൾ കുറച്ച് എണ്ണ മതി, പെട്ടെന്ന് നന്നായിട്ട് ബ്രൗൺ കളറിൽ കിട്ടും. പിന്നെ ക്യാബേജും അതേപോലെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം. അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് തിരിച്ചു വെച്ച് കുറുകെ അരിയുക. അപ്പോൾ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും. ഇനി പച്ചമുളക്, ഒരു 2 പച്ചമുളക് മതി. അതും ചെറിയ ചെറിയ വട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളായി അരിയാം. ഇനി വെളുത്തുള്ളി ഒരു 4-5 അല്ലി, അതും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. മല്ലിയിലയും നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കുനുകുനെ അരിഞ്ഞു വെക്കാം. ഇനി ടൊമാറ്റോ ഒരു 2 ടൊമാറ്റോയാണ്. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വേണം അരിയാൻ. ടൊമാറ്റോയും അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഫ്രൈയിങ് പാൻ മതി. ഇപ്പോൾ കട്ടിയുള്ള ചീനിച്ചട്ടിയാണ്. ഇത് ചൂടായി കഴിഞ്ഞാൽ നന്നായിട്ട് അതിൽ ചൂട് കിട്ടും. നമുക്ക് അധികം കരിയുമില്ല ഈ പാത്രത്തിൽ. കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവുമ്പോൾ ഒരല്പം കടുക് പൊട്ടിക്കുക. എണ്ണ നല്ല ചൂടായിട്ട് വേണം കടുക് പൊട്ടിക്കാൻ. ഇതിലേക്ക് കറിവേപ്പില, അതിനുശേഷം അതിൽ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഉപ്പ് ഈ എണ്ണയിൽ തന്നെ ചേർക്കുന്നത്. ഈ സവാളയും ക്യാബേജൊക്കെ നമുക്ക് ഇതിൽ ചേർക്കുമ്പോൾ എല്ലാത്തിലും ഈവനായിട്ട് ഉപ്പ് പിടിക്കും. അപ്പം ഈ ചൂടായ എണ്ണയിൽ തന്നെ ഉപ്പ് ചേർക്കാം. ഇനി ആ പച്ചമുളക്, ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, സവാളയോടൊപ്പം തന്നെ ആ ക്യാബേജും ചേർക്കാവുന്നതാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. നന്നായിട്ടൊന്ന് ഇളക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1.5 സ്പൂൺ മുളക് പൊടി, ഇനി ഒരു 1 സ്പൂൺ മല്ലിപ്പൊടിയും. മല്ലിപ്പൊടിയുടെ അളവ് മുളകിനേക്കാളും കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം.
നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഈ പൊടികൾ കരിഞ്ഞു പോകും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ആ ഉണക്ക ചെമ്മീൻ, കുഞ്ഞ് ചെമ്മീനാണ്, നല്ല ഉണക്കിയത് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. ക്ലീൻ ചെയ്ത് മണ്ണൊന്നും ഇല്ലാതെ നന്നായി ക്ലീൻ ചെയ്തത് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നന്നായി ഇളക്കാം. അത് ആ ഉണക്ക ചെമ്മീൻ വാങ്ങി കഴുകി ഉണക്കി വെച്ചിരുന്നാൽ നമുക്കിതുപോലെ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. കടയിൽ നിന്ന് വാങ്ങിച്ച് നന്നായി കഴുകി, ചിലപ്പോൾ അതിൽ ചെറിയ മണൽ കാണും, അതൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെക്കാം. ഇനി ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോയും കൂടെ ചേർത്ത് നന്നായി ഇളക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തെങ്കിലും പിന്നെ ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാവുന്നതാണ്. ആദ്യം കുറച്ച് ചേർത്താൽ മതി, കാരണം കൂടിപ്പോകരുതല്ലോ. കുറഞ്ഞാൽ നമുക്ക് വീണ്ടും ചേർക്കാൻ പറ്റും. മുട്ട ചേർക്കുന്നതിന് മുൻപ് കുറച്ച് പെരിഞ്ജീരകം, മസാലപ്പൊടി ചേർക്കണ്ട, അതിന് പകരം പെരിഞ്ജീരകം ഒന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത്, മുട്ട ചേർക്കുന്നതിന് മുൻപ് നമുക്ക് പെരിഞ്ജീരകം, ചതച്ച പെരിഞ്ജീരകം കുറച്ച് ഒരു 1/4 ടീസ്പൂൺ അത് ചതച്ച് ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം പൊട്ടിച്ച് വെച്ചിരിക്കുന്ന മുട്ട, 3 മുട്ട കൂടെ ചേർത്ത് ഇളക്കാം. എന്നിട്ടിത് ഇളക്കി കൊടുക്കാം. മുട്ടയെല്ലാം വെന്ത് കട്ടിയുള്ളതായിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഇത് നന്നായി ഇളക്കാം. ഇനി അടുത്ത് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, നല്ലൊരു മണം വരുന്നുണ്ട്. ഉണക്ക മീനിൻ്റെ ആ ഒരു വെന്തതിൻ്റെ ഒരു മണവും വരുന്നു. അപ്പോൾ നമ്മുടെ മുട്ടയും ഉണക്കച്ചെമ്മീനും ചേർത്തുള്ള ആ ഒരു ഡിഷ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ, മുട്ടയുടെ മണം ചിലർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും. അപ്പോൾ ഈ ഉണക്കച്ചെമ്മീനൂടെ ചേർത്ത് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ആ മുട്ടയുടെ ആ ഒരു ബാഡ് സ്മെല്ല് അതിലുണ്ട്.